എന്നെ കാത്തോളണേ ദൈവമേ, എനിക്ക് ലോട്ടറി അടിക്കണേ ദൈവമേ, എൻ്റെ അയൽവാസി ഭാർഗവൻ്റെ തലയിൽ ഇടിത്തീ വീഴണേ ദൈവമേ, ഇന്നത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകണേ, എനിക്ക് ജോലി കിട്ടണേ ദൈവമേ, അവൾ ഇന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയണേ. പ്രാർത്ഥനകൾ ഓരോന്നായി സ്പീക്കറിൽ മുഴങ്ങിക്കേട്ടപ്പോൾ ദൈവമാകെ അസ്വസ്ഥനായി. എടോ ആ വോളി ഒന്ന് കുറച്ച് വയ്ക്കടോ, ചെവിത്തല കേൾക്കാൻ പറ്റുന്നില്ല. കുറേ നാറികൾ രാവിലെ തന്നെ ചീഞ്ഞ പ്രാർത്ഥനകളുമായി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ സ്വസ്ഥത കളയാൻ. പിറുപിറുത്തുകൊണ്ട് വയർലെസ് ഫോണുമായി ദൈവം ഇറങ്ങി പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ചിത്രഗുപ്തൻ്റെ വരവ്. ദൈവമേ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ, ഇന്നത്തെ റിട്ടേൺ ലിസ്റ്റ് റെഡിയായിട്ടുണ്ട്. അപ്രൂവൽ കിട്ടിയാൽ കാലന് ഭൂമിയിലേക്ക് പോകായിരുന്നു. ലിസ്റ്റ് കയ്യിലേക്ക് വാങ്ങി ഒന്ന് ഓടിച്ചു വായിച്ചു ദൈവം. 1-2 പേരുകളിൽ കണ്ണ് ഉടയ്ക്കാതിരുന്നില്ല. എടോ, ഇതെന്തോന്ന്, 5 രാഷ്ട്രീയക്കാർ ഒരുമിച്ചോ? അതേ ദൈവമേ, പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡൻറ്റ്. ഇന്ന് 10 മണിക്ക് നടക്കും, 5ഉം സ്പോട്ടിൽ മരിക്കും. ചിത്രഗുപ്തൻ്റെ മറുപടി കേട്ട് ദൈവത്തിൻ്റെ കണ്ണുകൾ തുറിച്ചു. 5 പേര് ഒരുമിച്ച് ഇങ്ങോട്ട് വന്നാൽ അവന്മാരിവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കി എനിക്കെതിരെ സമരം തുടങ്ങും. 2 എണ്ണത്തിനെ ഉൾപ്പെടുത്തി 3 എണ്ണത്തിനെ വീട്ടിലെങ്ങാനും ഇറക്കി വിടടോ. എന്നിട്ട് പെൻഡിങ് ലിസ്റ്റിലിട്ടോ. 1 മാസം കഴിഞ്ഞ് ബാക്കി 3 എണ്ണത്തിനെ പോക്കാം. ഒന്നിച്ചിവന്മാരെല്ലാം കൂടി കയറി വന്നാൽ പണിയാണ്. പറഞ്ഞത് ശരിയാണെന്ന് ചിത്രഗുപ്തനും തോന്നി. അതോടെ 3 പേരുടെ പേരുകൾ വെട്ടി അയാൾ. അപ്പോഴാണ് അടുത്ത പേര് ദൈവം ശ്രദ്ധിച്ചത്. ഇടോ, ഈ ചിത്ര, വരയക്കണ്ടത്തിൽ വീട്, ഇത് ആ എൻട്രൻസിന് റാങ്ക് കിട്ടിയ കുട്ടിയല്ലേ? അവളുടെ പേരുമുണ്ടോ? അതിനെ കൂടി ഒഴിവാക്ക്. പാവപ്പെട്ട കുടുംബത്തിലെ കൊച്ചാ. ഇന്നലെ കൂടി അത് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചതാ. എന്നിട്ട് നേർച്ചയൊക്കെ നടത്തിയാ പോയേ. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷ ആ കൊച്ചാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശം കേട്ട് ചിത്രഗുപ്തൻ ആശയക്കുഴപ്പത്തിലായി. അത് ദൈവമേ, ആ കൊച്ചിൻ്റെ ജാതകം തീർന്നു, മുന്നോട്ട് എഴുതിയിട്ടില്ല. മാത്രമല്ല, ആൾറെഡി ആ കൊച്ചിന് ആക്സിഡൻറ്റ് പറ്റി. രാവിലെ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഇനി കാലൻ പോയിങ്ങ് കൊണ്ടുവന്നാൽ മാത്രം മതി. ഇത്രയുമായ സ്ഥിതിക്ക് എങ്ങനെയാ മാറ്റുന്നേ? മറ്റേ രാഷ്ട്രീയക്കാരെ തന്നെ ഇതുവരെ ആക്സിഡൻറ്റ് പറ്റാത്തത് കൊണ്ടാണ് മാറ്റാൻ പറ്റിയത്. ആ മറുപടി കേട്ട് ദൈവമാകെ അസ്വസ്ഥനായി. ഈ ജാതകമൊക്കെ തോന്നിയ പോലെ അങ്ങ് എഴുതി വിടുക അല്ലേ? നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ നേരെ വായിച്ചു പോലും നോക്കാതെ അപ്രൂവൽ തന്നു വിടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും പുതിയ ജാതകങ്ങൾ എഴുതി തീരുന്ന ക്രമത്തിൽ ടേബിളിൽ വച്ചേക്ക്. നല്ലോണം വായിച്ച് തിരുത്തുകൾ ഉണ്ടേൽ ചെയ്തിട്ടേ ഞാൻ അപ്രൂവൽ തരൂ. ആ ലിസ്റ്റിൽ സൈൻ ചെയ്ത് ദൈവം അല്പം മുന്നിലേക്ക് നടന്ന ശേഷം ഒന്ന് നിന്നു. ഗുപ്ത, എടോ, ആ കൊച്ചിൻ്റെ വീട്ടിൽ വേറെ വരുമാനമൊന്നുമില്ല. അതിൻ്റെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇനിയിപ്പോൾ ഈ മരണാനന്തര ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അങ്ങേരെക്കൊണ്ട് ഒരു ലോട്ടറി എടുപ്പിച്ച് ഫസ്റ്റ് പ്രൈസ് അടുപ്പിച്ച് കൊടുക്ക്. പാവങ്ങൾ രക്ഷപ്പെടട്ടെ. താൻ ഓർമ്മിച്ച് ചെയ്തോളണം ഈ കാര്യം. ആ നിർദ്ദേശം അതേപടി തൻ്റെ ഡയറിയിൽ കുറിച്ച് വച്ചു ചിത്രഗുപ്തൻ. ഞാൻ നോക്കിക്കോളാം ഭഗവാനെ, അങ്ങ് ടെൻഷൻ അടിക്കേണ്ട. അതോടെ ദൈവം വീണ്ടും മുന്നിലേക്ക് നടന്നു. ചിത്രഗുപ്തൻ നേരെ കാലനരികിലേക്കും പോയി. പുറത്തെ വെയിറ്റിംഗ് ഏരിയയിൽ പോയി അല്പസമയം ഇരുന്നപ്പോൾ ദൈവത്തിനല്പം ആശ്വാസം തോന്നി. അപ്പോഴാണ് ഏകദേശം 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ അരികിലേക്ക് എത്തുന്നത്. ദൈവമേ, ആ പതിഞ്ഞ ശബ്ദം കേട്ടാണ് ദൈവം അയാളെ ശ്രദ്ധിച്ചത്. ഒറ്റനോട്ടത്തിൽ ഒരു പാവം, മെലിഞ്ഞുണങ്ങിയ രൂപം. എന്താണ് പറയൂ? ദൈവത്തിൻ്റെ ശബ്ദത്തിൽ വാത്സല്യം നിറഞ്ഞിരുന്നു. ഭഗവാനെ, ഞാൻ ഇന്നലെയാണ് ഇവിടെ വന്നത്. എനിക്കെന്താ പറ്റിയതെന്ന് അറിയില്ല. ഒന്ന് ഉറങ്ങാൻ കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. ഉണരുമ്പോൾ ഇവിടെയാണ്. ഞാൻ എങ്ങനെയാണ് മരിച്ചത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ആ ചോദ്യം കേട്ട് പതിയെ പുഞ്ചിരിച്ചു ദൈവം. അതിനെന്താ, പറയാമല്ലോ. താങ്കൾക്ക് എന്തേ ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ലേ? ഓർമ്മക്കുറവ് വല്ലതുമുണ്ടോ? ആ ചോദ്യം കേട്ട് ഇല്ല എന്ന് തന്നെ തലയാട്ടി അയാൾ. അപ്പോൾ തന്നെ ചിത്രഗുപ്തനെ വീണ്ടും വിളിച്ചു ദൈവം. ഗുപ്ത, ഇദ്ദേഹം ഇന്നലെയാണ് ഇവിടേക്ക് എത്തിയത് എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെ മരിച്ചു എന്നറിയില്ല. ഒന്ന് ഉറങ്ങാൻ കിടന്നു, ഉണർന്നപ്പോൾ ഇവിടെയാണ് പാവം. സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു. ആ ചോദ്യം കേട്ട് വൃദ്ധൻ്റെ മുഖത്തേക്ക് അല്പനേരം സൂക്ഷിച്ചു നോക്കി ചിത്രഗുപ്തൻ. പതിയെ അയാൾ ആളെ തിരിച്ചറിഞ്ഞു. ഡാ വത്സല, നീയാണോ പഞ്ചപാവം? ചിത്രഗുപ്തൻ്റെ പെട്ടെന്നുള്ള മറുപടി ദൈവത്തെയും അതിശയിപ്പിച്ചു. എന്താണ് ഗുപ്ത, നിങ്ങൾക്കറിയാമോ ഇദ്ദേഹത്തെ? എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും. പറയാം ദൈവമേ. കള്ളു കുടിച്ചിട്ട് ഈ നാറി എന്നും വീട്ടിൽ പെണ്ണുമ്പിള്ളയെ എടുത്തിട്ട് അടിയാണ്. അവരുടെ പ്രാക്ക് കേട്ടാൽ ഇവനെ ആസിഡിലിട്ട് ഉരുക്കാൻ തോന്നും. പിന്നെ ഇവൻ പറഞ്ഞതുപോലെ ഒന്ന് ഉറങ്ങാൻ കിടന്നത് തന്നെയാണ്. അപ്പോഴാണ് മരിച്ചത്. പക്ഷേ കിടന്നത് ആനയുടെ കാലിൻ്റെ കീഴിലാണെന്ന് മാത്രം. അത് മൂക്കറ്റം കുടിച്ചിട്ട്. ആ ആനയുടെ 2ാം പാപ്പാനായിരുന്നു. എന്തോ ശബ്ദം കേട്ടിട്ട് ആന ഒന്ന് തിരിഞ്ഞതാ. ഒറ്റ ചവിട്ട്.
തണ്ണിമത്തനിൽ പാണ്ടിലോറി കയറിയ പോലായി. ചിത്രഗുപ്തൻ്റെ മറുപടി കേട്ട് ദൈവത്തിൻ്റെയും കിളി പോയി. എടോ പന്നക്കിളവാ, ഇത്രയും പോക്കരിത്തരവും കാട്ടി ഒടുക്കം ആനയുടെ കാലിൻ്റെ ഇടയിൽ തന്നെ കിടക്കണമായിരുന്നു അല്ലേ? ഓടിക്കോണം ഇവിടുന്ന്, അല്ലെങ്കിൽ കാലേ വാരി ഞാൻ നിലത്തടിക്കും. കലിതുള്ളി ദൈവം ചാടി എഴുന്നേറ്റപ്പോഴേക്കും ആ വൃദ്ധൻ പമ്പ കടന്നു. ഓരോന്ന് വന്നോളും ചുമ്മാ എൻ്റെ BP കയറ്റാനായിട്ട്. കിതപ്പോടെ തിരികെ ഇരുന്ന് പതിയെ കയ്യിലിരുന്ന വയർലെസ്സിൻ്റെ സ്പീക്കറൊന്ന് ഓണാക്കി ദൈവം. ദൈവമേ, എൻ്റെ അമ്മയെ കാത്തോളണേ. അമ്മ ഒന്ന് എണീറ്റ് നടക്കണേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല സഹായത്തിന്. ദൈവമേ കൈവെടിയല്ലേ. ആദ്യം കേട്ട പ്രാർത്ഥനയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുടക്കി. 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പ്രാർത്ഥനയായിരുന്നു അത്. അമ്മയും മോളും അടങ്ങുന്ന ചെറിയ കുടുംബം. അച്ഛൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തതാണ്. നരകം മെസ്സിൽ പൊറോട്ടയടിക്കുന്ന അയാളെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു ദൈവം. കൂലിവേല ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ആ അമ്മയെ ഈ അടുത്ത് ഒരു കാർ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ അവരുടെ തലയിൽ പരിക്ക് പറ്റി കിടപ്പിലാണിപ്പോൾ. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ദൈവം ചിത്രഗുപ്തന് നേരെ നോക്കി. ഗുപ്ത, ഇപ്പോൾ കേട്ട ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ, അവളുടെ അമ്മയ്ക്ക് വേണ്ടി, അതെന്താ സംഭവം? ദൈവത്തിൻ്റെ ചോദ്യം കേട്ട് കയ്യിലിരുന്ന റെക്കോർഡ് ബുക്ക് ഒന്ന് മറിച്ചു നോക്കി ചിത്രഗുപ്തൻ. ദൈവമേ, അത് നന്ദിനി. അവൾക്ക് ശനിയുടെ അപഹാരമാണ്. അടുത്ത ആഴ്ചത്തെ റിട്ടേൺ ലിസ്റ്റിൽ അവളുടെ പേരുണ്ട്. അത് കേൾക്കെ ദൈവം അല്പം രോഷാകുലനായി. എന്താണ് മിസ്റ്റർ ഗുപ്തൻ ഇതെല്ലാം? ശനി തോന്നിയ പോലെ അങ്ങ് കയറി മേയുവാണോ? ഭൂമിയിൽ ഇപ്പോൾ മൊത്തത്തിൽ ശനിയുടെ വിളയാട്ടമാണല്ലോ. ഒന്നിനും ഒരു കൺട്രോളും ഇല്ല, ദുരന്തങ്ങൾ മാത്രം. ആ മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടത് ആരുടെ തീരുമാനപ്രകാരമായിരുന്നു? ആ ചോദ്യം കേട്ട് ചിത്രഗുപ്തൻ ഒന്ന് പരുങ്ങി. അത് ദൈവമേ, ജനസംഖ്യാ നിയന്ത്രണത്തിനായി നിയമിച്ച ആക്ഷൻ കൗൺസിലിൻ്റെ പെട്ടെന്നുള്ള നടപടിയായിരുന്നു. എന്നിട്ടെന്തായി? ആ നടപടി പാളിയില്ലേ? ഭൂമിയിലിപ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കൂടിയെന്നല്ലാതെ മറ്റെന്തേലും ഉപയോഗം ഉണ്ടായോ അതുകൊണ്ട്? മാത്രമല്ല, ഭൂമിയിലേക്ക് വെച്ചേക്കുന്ന CCTV ക്യാമറകളിലും പുക വന്ന് മൂടിയിപ്പോൾ ആ ഭാഗത്ത് നടക്കുന്നത് എന്താണെന്ന് കാണുവാൻ പോലും കഴിയുന്നില്ല. ആരൊക്കെയോ ക്ഷേത്രങ്ങളിൽ ചെന്ന് എന്നെ തെറി പറയുന്നു. എനിക്ക് മനസാക്ഷിയില്ലേ, എനിക്ക് കണ്ണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെയാണെന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ഒച്ചയുയർന്നപ്പോൾ ചിത്രഗുപ്തൻ തലകുനിച്ചു. ഇമ്മീഡിയറ്റായി ശനിയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. കഴിഞ്ഞ 1 ഇയറിലെ അവൻ്റെ ഫുൾ ആക്ടിവിറ്റി റിപ്പോർട്ട്സ് എനിക്ക് കാണണം. അവൻ്റെയൊക്കെ തോന്നിയവാസം കാരണം പരലോകം നിറഞ്ഞു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആജ്ഞയ്ക്ക് മൂർച്ചയേറിയിരുന്നു. ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാം ഭഗവാനെ. ഭയത്തോടെയാണ് ചിത്രഗുപ്തൻ മറുപടി പറഞ്ഞത്. കൃത്യസമയത്ത് തന്നെ ആ വഴി ശുക്രനും വന്നു. പാട്ടും പാടി എന്തോ കഴിച്ചു വരികയായിരുന്ന ശുക്രൻ ദൈവത്തെ കണ്ടപാടെ പതിയെ പൊതി പിന്നിലേക്ക് ഒളിപ്പിച്ചു. ദേഷ്യത്തിൽ തിരിഞ്ഞ ദൈവമാകട്ടെ അത് കൃത്യമായി കാണുകയും ചെയ്തു. എടോ, താൻ ഇവിടെയും കടലയും കുറിച്ച് നടന്നോ? ഇപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ. ഭൂമിയിൽ ശനി കയറി പൂണ്ടു വിളയാടുന്നു. ഇവനെയൊക്കെ ജോലിക്ക് വച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. കലി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ദൈവം. ഒന്നും മനസ്സിലാകാതെ വാ പൊളിച്ചു നിന്ന ശുക്രനോട് പൊയ്ക്കോളാൻ ചിത്രഗുപ്തൻ ആംഗ്യം കാട്ടി. അതോടെ ശുക്രൻ സ്ഥലം വിട്ടു. കുറച്ചു സമയം ഉലാത്തിയ ശേഷം ദൈവമൊന്ന് നിന്നു. കുറച്ച് പാവങ്ങളുടെ പ്രാർത്ഥന കേൾക്കാം, അങ്ങനെയെങ്കിലും മനസ്സൊന്ന് ശാന്തമാകട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും വയർലെസ് ഫോൺ കയ്യിലേക്കെടുത്ത് ഓണാക്കിയത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പൊളിച്ച ചീത്തയാണ് അതിലൂടെ കേട്ടത്. ദൈവമേ, ഇമാതിരി പരിപാടി എന്നോട് കാണിക്കരുത്. എൻ്റെ പ്രാർത്ഥന ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ എന്ത് ആണ് ഇവിടെ കയറിയിരിക്കുന്നത്? നാട്ടിലുള്ള നാറികളെല്ലാം രക്ഷപ്പെട്ടു. ദിവസം ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഒരു ഡാഷും തന്നിട്ടില്ല ഇതുവരെ. തുടർന്ന് കേൾക്കാൻ ത്രാണിയില്ലാതെ വയർലെസ് ഓഫാക്കി ദൂരേക്കെറിഞ്ഞു ദൈവം. ഇതേത് നാറിയാണോ എന്നെ ഈ പുളിച്ച തെറി വിളിക്കുന്നത്? മനസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന കേൾക്കാൻ തുനിഞ്ഞ ദൈവത്തിൻ്റെ BP കൂടി. ചിത്രഗുപ്തൻ വേഗത്തിൽ അവൻ്റെ ഡീറ്റെയിൽസ് ടാബിൽ തപ്പി. ദൈവമേ, അത് സജിയ. ശനിയുടെ അപഹാരമാണ്. പുള്ളി കുറേ വർഷങ്ങളായി PSC ടെസ്റ്റൊക്കെ എഴുതുന്നു. ഇതുവരെ ജോലിയായില്ല. കൂട്ടുകാർക്കൊക്കെ ജോലി കിട്ടി. ഇവനും പലപ്പോഴും കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ശനി ഇടയ്ക്ക് കയറിയതാ. ഇതിപ്പോൾ കള്ളു കുടിച്ചിട്ട് ക്ഷേത്രത്തിൽ വന്ന് സങ്കടം പറയുന്നതാ. വിശദീകരണം കേട്ട് ദൈവത്തിൻ്റെ ദേഷ്യം അല്പമൊന്ന് അടങ്ങിയിരുന്നു. എടോ, ഈ കേസ് ഇന്നത്തെ മീറ്റിങ്ങിൽ സംസാരിക്കണം. ഒന്ന് നോട്ട് ചെയ്തേക്ക്. പിന്നെ അടുത്തെങ്ങാനും പോലീസ് ചെക്കിംഗ് ഉണ്ടോയെന്ന് നോക്ക്. ഉണ്ടേൽ ആ നാറയ്ക്ക് ഒരു ഫൈൻ കിട്ടാൻ വേണ്ടത് ചെയ്തേക്ക്. കള്ളും കുടിച്ച് നടക്കുന്നു, എനിക്കിട്ടുണ്ടാക്കാൻ. ഇനി സ്വബോധത്തിൽ വന്ന് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ അവന് വേണ്ടത് ചെയ്തു കൊടുക്കാം. അത്രയും പറഞ്ഞ് ദൈവമൊന്ന് തിരിഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് വീണ്ടും ചിത്രഗുപ്തനെ നോക്കി. അല്ലേലും ഒരു കാര്യം ചെയ്യേ. ശനി, ശുക്രൻ, ചൊവ്വ ഉൾപ്പെടെ എല്ലാത്തിനും ഇന്ന് രാവിലെ 10 മണിക്ക് ഞാനുമായി മീറ്റിംഗ് ഉണ്ടെന്ന് മെയിൽ അയക്കി. എല്ലാവരും കഴിഞ്ഞ 1 വർഷത്തെ ആക്ടിവിറ്റി റിപ്പോർട്ടുമായി വരണം.
മെയിലിൽ എന്നെ CC വെച്ചേക്ക്. ഓക്കെ ദൈവമേ, ഇപ്പോൾ തന്നെ അയച്ചേക്കാം. സ്ഥലം കാലിയാക്കാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി ചിത്രഗുപ്തൻ വേഗം അവിടെ നിന്നും തടിയൂരി. തൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ കാലൻ പോത്തിന് കാടിവെള്ളം കൊടുക്കുന്നത് കണ്ടു അയാൾ. ഹോ, ഭാഗ്യവാൻ. കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള ഡെലിവറി മാത്രം ചെയ്താൽ മതി. വേറെ ഒരു ടെൻഷനും വേണ്ട. കാലനായെങ്ങാൻ ജനിച്ചാൽ മതിയായിരുന്നു. പിറുപിറുത്തുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ കാലൻ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടു അയാൾ. എന്തരണ്ണ എന്നെ നോക്കി പിറുപിറുക്കുന്നേ? കാലൻ സംശയത്തോടെ മുന്നിലേക്ക് ചുവടുവെച്ചു. ഒന്നുമില്ലടേ, ലിസ്റ്റ് ഇപ്പോൾ കോപ്പിയെടുത്ത് തരാമെന്ന് പറയുമായിരുന്നു. കയ്യിലിരുന്ന ദൈവം സൈൻ ചെയ്ത ലിസ്റ്റ് ഉയർത്തിക്കാട്ടി ഓഫീസിലേക്ക് കയറി ചിത്രഗുപ്തൻ. നിമിഷങ്ങൾക്കകം ഒരു കോപ്പിയെടുത്ത് കാലനെ ഏൽപ്പിച്ചു. അണ്ണാ, ഇന്ന് കുറേ ചുറ്റാനുണ്ടല്ലോ. എല്ലാത്തിനെയും പിക്ക് ചെയ്ത് തിരികെ എത്തുമ്പോൾ നേരം ഇരുട്ടും. അണ്ണന് എല്ലാവർക്കും ഉള്ള റൂമൊക്കെ സെറ്റാക്കി വെച്ചേക്കണേ. അത്രയും പറഞ്ഞുകൊണ്ട് കാലൻ ഭൂമിയിലേക്ക് യാത്രയായി. മീറ്റിങ്ങിനുള്ള മെയിൽ അയച്ചിട്ട് ചിത്രഗുപ്തൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പോയി. 10 മണിയാണ് പറഞ്ഞതെങ്കിലും മീറ്റിംഗ് തുടങ്ങിയപ്പോൾ 11 മണിയായിരുന്നു. എല്ലാവർക്കും കണക്കിന് കിട്ടി. കൂടുതലും ശനിക്കായിരുന്നു. നന്ദിനിയുടെ നില മെച്ചപ്പെടുത്തുവാൻ തീരുമാനമായി. ഒപ്പം ക്ഷേത്രത്തിൽ നിന്ന് ചീത്ത വിളിച്ച യുവാവിന് ഓഫീസ് ക്ലാർക്ക് പോസ്റ്റിലേക്ക് നിയമനം നടപ്പിലാക്കാനും തീരുമാനമായി. ആഴ്ചയിൽ ഭൂമിയിലെ ഒരാൾക്ക് ശുക്രൻ്റെ സാന്നിധ്യം എത്തണമെന്ന കർശന നിർദ്ദേശവും ദൈവം നൽകി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനെ കുറച്ച് നാൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശനി ഭൂമിയിലേക്ക് അധികം പോകേണ്ട. ശുക്രൻ നല്ലോണം ഒന്ന് കറങ്ങിയേക്ക്. പിന്നെ ആ മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ ഒരു മഴ പെയ്യട്ടെ. അതിനു വേണ്ടത് ചെയ്തേക്ക്. നിർദ്ദേശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ എല്ലാം എഴുതിയെടുത്തു ചിത്രഗുപ്തൻ. സമയം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിരുന്നു. ഒടുവിൽ മീറ്റിംഗ് പിരിച്ചുവിടുന്നതായി അറിയിച്ച ശേഷം ദൈവം ചിത്രഗുപ്തന് നേരെ തിരിഞ്ഞു. ഗുപ്ത, ഈ തീരുമാനങ്ങൾ ഭൂമിയിലെ ജ്യോത്സ്യന്മാർക്ക് ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവന്മാർ വീണ്ടും തോന്നിയത് വിളിച്ചു പറയും. പിന്നെ ഇവിടുത്തെ നോട്ടീസ് ബോർഡിലും ഒരു കോപ്പി ഒട്ടിച്ചേക്ക്. ശരി ദൈവമേ, എല്ലാം കൃത്യമായി ചെയ്തോളാം. ഭവ്യതയോടെ എല്ലാം ഏറ്റെടുത്തു ചിത്രഗുപ്തൻ. ഉച്ച കഴിഞ്ഞ് എല്ലാവരുടെയും സാലറി അക്കൗണ്ട് ശരിയാക്കുന്ന തിരക്കിലായിരുന്നു ദൈവവും ചിത്രഗുപ്തനും. അതിനിടയിൽ നരകത്തിൽ നടന്ന ഒരു ചെറിയ അടിപിടി ഒത്തുതീർപ്പാക്കാനും പോയി. വൈകിട്ടോടെ കാലൻ തിരികെ എത്തി. ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ഡെലിവറി ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് കാലൻ മുറിയിലേക്ക് പോയി. വന്നവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ചിത്രഗുപ്തനായിരുന്നു. ഉർവശി, മേനക, രംഭ, തിലോത്തമമാർ അപ്പോഴേക്കും റൂമെല്ലാം വൃത്തിയാക്കി വന്നിരുന്നു. ആ സമയം വയർലെസ്സിലൂടെ പ്രാർത്ഥനകൾ കേൾക്കുകയായിരുന്നു ദൈവം. എല്ലാവർക്കും റൂമുകൾ റെഡിയാക്കി അവരെ റൂമിലേക്ക് വിട്ട ശേഷമാണ് ചിത്രഗുപ്തൻ ദൈവത്തിനരികിൽ പോയത്. ഭഗവാനെ, എല്ലാവരെയും റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനി നാളെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കേട്ട് ദൈവത്തിൻ്റെ നെറ്റിച്ചുളിയവേ ചിത്രഗുപ്തൻ തുടർന്നു. നാളെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ആക്സിഡൻ്റാണ്. പുള്ളി വന്നാൽ ഇവിടെ ചിലപ്പോൾ പ്രശ്നമായേക്കും. അങ്ങേര് വരുന്ന വിവരം ഓഫീസ് സ്റ്റാഫിൽ ആരുടെയോ പക്കൽ നിന്ന് അറിഞ്ഞു കുറച്ചു പേര്. അവരെ ഈ സർക്കിൾ പല പല കേസുകളിൽ പിടിച്ച് ഇടിച്ചിട്ടുള്ളതാണ്. അവർ സംഘം ചേർന്ന് അയാളെ തിരിച്ചടിക്കാൻ നിൽക്കുകയാണ്. ഓ, പണി പാളി. താനൊരു കാര്യം ചെയ്യേ. നാളെ ആര് പ്രശ്നമുണ്ടാക്കിയാലും നേരെ നരകത്തിൽ തള്ളും എന്നൊരു നോട്ടീസ് ആ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കേ. ഇനി അതേ ഉള്ളു വഴി. നിമിഷ നേരം കൊണ്ട് പ്രശ്നത്തിന് പോംവഴിയും കണ്ടെത്തി ദൈവം. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം രാത്രി 10 രാത്രി ഭക്ഷണവും കഴിച്ച് ദൈവം വീണ്ടും അല്പസമയം വയർലെസ് ഓണാക്കി. ദൈവമേ, ഇന്ന് അവളുടെ ഹസ്ബൻഡ് വീട്ടിൽ കാണല്ലേ. എല്ലാം നടക്കണേ. ദൈവമേ, അവൾ വീഡിയോ കോൾ ചെയ്യാൻ സമ്മതിക്കണേ. ദൈവമേ, അവൻ്റെ ഭാര്യ വീട്ടിലായിരിക്കണേ. ഇന്ന് അവൻ എന്നെ വിളിക്കണേ. ദൈവമേ, അവളിന്ന് ഫുൾ കാണിച്ചു തരണേ. പ്രാർത്ഥനകൾ ഒന്നൊന്നായി മുഴങ്ങിക്കേൾക്കവേ ദൈവം പതിയെ തലയുയർത്തി. അവിഹിതം, ബ്ലഡി ഗ്രാമവാസീസ്. 10 മണി കഴിഞ്ഞാൽ ഈ നാറികൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഞാനെന്തോന്ന് ഇവന്മാരുടെ മാമയാണോ അവിഹിതം ശരിയാക്കി കൊടുക്കുവാൻ? കലി കയറി വയർലെസ് ഓഫ് ചെയ്തു ദൈവം. ശേഷം പതിയെ എഴുന്നേറ്റ് ലച്ചൂട്ടിയുടെ റൂമിലേക്ക് പോയി. 6 വർഷത്തോളമായി ദൈവത്തിൻ്റെ പതിവാണ് എന്നും ഉറങ്ങുന്നതിന് മുന്നേ ലച്ചൂട്ടിയുടെ റൂമിലേക്ക് പോയി അവൾക്കൊരു മുത്തം കൊടുത്ത് ഗുഡ് നൈറ്റ് പറയും. ലച്ചൂട്ടി 2 വയസ്സിൽ സ്വർഗത്തിലേക്ക് എത്തിയതാണ്. കാൽ തെന്നി കിണറ്റിലേക്ക് വീണുപോയതാണ്. അവൾ എത്തിയ പിന്നെ അവളുടെ കാര്യങ്ങളെല്ലാം നേരിട്ട് നോക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ലച്ചൂട്ടിയുടെ ഒരു ഉമ്മയിലൂടെയാണ്. അന്നും പതിവ് പോലെ തന്നെ ഒരു ഉമ്മയിലൂടെ ദൈവത്തിൻ്റെ ആ ദിവസവും അവസാനിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.